പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് കൂടുതലും ഡിവോഴ്സ് ആയിട്ടുള്ളത്. അയാൾ അബാൻഡൻ ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ അയാൾ വേറെ സ്ത്രീയുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ മെയിൻ്റനൻസും അലിമണി എന്നുള്ള കാര്യങ്ങൾ വെച്ച് പോയാൽ പിന്നെ കല്യാണം. അതല്ലാതെ വേറെ വഴിയില്ലാന്ന് ഉള്ള കാലത്തിന് മുന്നേ ഉള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് സെക്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമല്ല. ഡിനയൽ ഇസ് എ മേജർ ഗ്രൗണ്ട് ഫോർ എ ഡിവോഴ്സ്. എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒപ്പമുള്ളത് അഡ്വക്കേറ്റ് ശൈല റാണിയാണ്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദ മോസ്റ്റ് ഫേമസ് അഡ്വക്കേറ്റ്, ഫാമിലി ലോയർ, 25 വർഷത്തിലധികമായി ഫീൽഡിലുള്ള ആളാണ്. ശൈല റാണി അസോസിയേറ്റ്സ് എന്ന് കേൾക്കാത്ത കുടുംബങ്ങളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. മാം, വെൽക്കം ടു മറുനാടൻ മല. താങ്ക് യു സോ മച്ച്. നമുക്കിന്ന് കുറച്ച് സ്ത്രീ വിഷയങ്ങളും വിവാഹമോചന പ്രശ്നങ്ങളും അലിമിനി ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുറെ അധികം ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിലെ സംശയങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ തീർക്കാം. എന്തായാലും നമുക്ക് അറിയാം, അടുത്തിടെയായി ഡിവോഴ്സ് വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതൊരു കോമൺ ഫിനോമിന, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. മാത്രമല്ല, ആളുകൾ അതിനെ എന്താ പറയാ പോസിറ്റീവായി കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ സഫർ ചെയ്ത് കല്യാണം കഴിച്ചിട്ടല്ലേ ഞങ്ങൾ പോയേക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. ഇപ്പൊ മാറുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്ത്രീകൾക്കിടയിൽ ഗാമോഫോബിയ പോലെയുള്ള, അതായത് ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ളത് പേടിയുള്ളതായുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു ഒബ്സർവേഷൻ പറഞ്ഞിട്ട് നമുക്ക് ചർച്ചകളിലേക്ക് ഇറങ്ങാം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ഒരു ദുരന്തം പോലെയാണ് കരുതിയിരുന്നത്. എന്തോ ഒരു ഭയങ്കര സംഭവം നടക്കുന്ന പോലെയും അതിന്റെ പേരിലുള്ള മാനസിക പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ നിന്നൊക്കെ അകൽച്ച. ഇപ്പൊ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ, ഒരു ന്യൂ ലൈഫിലേക്കുള്ള എന്തോ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് കൂടുതലും ഡിവോഴ്സ് ആയിട്ടുള്ളത്. അതാണ് ഇപ്പോഴുള്ള വ്യത്യാസം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് എല്ലാം അത്ര വലിയ പ്രശ്നമല്ല, നമ്മൾ അങ്ങനെ ഒരു ദുരന്തമായിട്ടൊന്നും കാണേണ്ടതല്ല എന്നുള്ള പുതിയ തലമുറയ്ക്കും മനസ്സിലായി. അതേപോലെ പാരന്റ്സിനും മനസ്സിലായി. എന്റെ മോള് അല്ലെങ്കിൽ മോൻ അങ്ങനത്തെ ഒരു ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതിനേക്കാളും നല്ലത് ഡിവോഴ്സ് എന്നുള്ള നിലയിലേക്ക് ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി. അത് കാരണമാകാം ഇപ്പൊ അത്രയും നോർമലൈസ് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതെന്ന് പറയുന്നത് ഒരുമിച്ച് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഡിവോഴ്സിനെക്കാളും ഏറ്റവും ട്രാജഡി എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരുകയാണ്. അതിനേക്കാളും ബെറ്റർ ഡിവോഴ്സ് ആണെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത് കാരണമായിരിക്കാം ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ട് അങ്ങ് പോകാൻ തുടങ്ങി. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വന്ന മാറ്റമുണ്ട്. ഇപ്പം കുട്ടികളെ കൂടെ കരിയർ ഓറിയന്റഡ് ആയി. അപ്പൊ അവര് കരിയർ ബ്രേക്ക് ഒക്കെ വരുന്നതൊക്കെ അവർക്ക് പിന്നീട് ഫാമിലി ഇഷ്യൂസിൽ ബാധിക്കാൻ തുടങ്ങി. ശരി, അതിനേക്കാളും ബെറ്റർ എനിക്ക് വേറെ റിലേഷൻഷിപ്പിനെക്കാളും നല്ലത് ഞാൻ കരിയറാണ് കുറച്ചുകൂടെ ഫോക്കസ് ആവണം. ഇൻഡിപെൻഡൻസി, സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, ഇതിനൊക്കെ വളരെ വലിയ വില കൽപ്പിക്കുന്നത് കാരണം പെൺകുട്ടികളും കൂടുതൽ അതിന് മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഗാമോഫോബിയ എന്ന് പറയുന്നത് അതൊരു ഫിയർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറേണ്ടതുമാണ്. ആ ഫിയറിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് നേരിടാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കാം. പക്ഷെ പെൺകുട്ടികൾ അവരുടെ ഫ്യൂച്ചറിലുള്ള അവരുടെ പാരന്റ്സിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കൂടെ സിബ്ലിങ്സിനെ കണ്ടിട്ടോ ഫ്രണ്ട്സിനും ഉണ്ടാകുന്ന ദുരന്തങ്ങളോ അവരെ ഭയപ്പെടുത്തുന്നു. അതാണ് അവര് മാരേജിലേക്ക് ഒരു ഫിയർ ആയിട്ട് മാറുന്നത്. അത് വേണ്ട, നമുക്കൊരു ബെറ്റർ ഒരു പാർട്ട്ണർ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവരതിലോട്ട് പോട്ടെ. പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് കടക്കാനുള്ള ഒരു ധൈര്യം അവരുണ്ടാക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് എങ്ങനെയാണ് സ്ത്രീകൾ ഇപ്പൊ മാറുന്നുണ്ട്. അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം, സെൽഫ് എസ്റ്റീം ഉണ്ട്, പ്ലസ് അവര് എഡ്യൂക്കേഷൻ ഉണ്ട്, അവര് ജോലി സന്നദ്ധരാണ്, ജോലിക്ക് പോകുന്നു, വരുമാനം മേടിക്കുന്നു. അപ്പം കാലം മാറുന്നുണ്ട്. അപ്പോഴും ഈ അലിമണി ഒരു വലിയ വിഷയമാണ്. വിവാഹമോചന ദ്രവ്യം അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷം ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് കിട്ടേണ്ടുന്ന ഒരു പണം എന്ന രീതിയിൽ ഇതൊരു ഡിസ്ക്രിമിനേഷൻ ആയാണ് പുരുഷ എന്താ പറയാ മെൻ അസോസിയേഷൻ പോലുള്ള ആളുകൾ അതിനെ പറയാറുള്ളതും. എന്നാൽ അതേസമയം കോടതികളിൽ നിന്ന് തന്നെ ശാസനകൾ വരുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. എന്തിനാണ് ഇത്രയധികം പണം എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. സത്യത്തിൽ സ്ത്രീക്ക് ഇങ്ങനെ ഒരു അലിമണിയുടെ ആവശ്യമുണ്ടോ? ഇന്നത്തെ മാറേണ്ടേ ഈ ഒരു സിറ്റുവേഷൻ? ഉറപ്പായിട്ടും മാറേണ്ട ഒരു കാലഹരണപ്പെട്ട നിയമങ്ങളാണ് കൂടുതലും നമുക്ക് ഇന്നുള്ളത്. അന്നത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല. കുട്ടികളെ വളർത്തണം. അവളുടേതായിട്ടുള്ള ജീവിത രീതി, ഫുഡ് മെയിൻ്റെനൻസ്, ഹെൽത്തിന്, ഹെൽത്ത് എക്സ്പെൻസ് എല്ലാത്തിനും അവൾക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അയാൾ അബാൻഡൻ ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ അയാൾ വേറെ സ്ത്രീയുടെ അടുത്ത് പോവുകയാണെങ്കിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ മെയിൻ്റെനൻസും അലിമണി എന്നുള്ള കാര്യങ്ങൾ അവരുടെ ഫ്യൂച്ചറിൽ വേണ്ടി ആണ് അലിമണി വയ്ക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
മോസ്റ്റ് ഓഫ് ദ വുമണും എഡ്യൂക്കേറ്റഡ് ആണ്, എംപ്ലോയിഡ് ആണ്, സെൽഫായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ മെയിൻ്റനൻസ് എലിമണി നിൽക്കത്തില്ല. ഇപ്പൊ ജുഡീഷ്യറി ആണെങ്കിലും അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യത്തുമില്ല. ജുഡീഷ്യറി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസിന് സ്വന്തമായിട്ട് വരുമാനം ഇല്ല എന്ന് അഫിഡവിറ്റ് കൊടുത്താൽ മാത്രമേ എനിക്ക് ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ, അല്ലെങ്കിൽ കിട്ടുന്ന എനിക്കൊരു വരുമാനം കൊണ്ട് എനിക്ക് എന്റെ കുട്ടികൾക്ക് ജീവിക്കാൻ വളരെ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ രോഗമുണ്ട്, അതിന് വേണ്ടിയിട്ട് എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് ഫിനാൻസ് സപ്പോർട്ട് മസ്റ്റ് ആണെന്ന് കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻ്റനൻസ് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഇപ്പൊ ഈ കേസ് ആർക്ക് വേണോ കൊടുക്കാം, കോടതി അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വരുമാനം ഉള്ളവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ പറ്റില്ല നിയമപ്രകാരം. പക്ഷെ എല്ലാവരും വന്നിട്ട് ജോലിക്കും പോകത്തില്ല, ഒന്നും ചെയ്യില്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവാണ് ഇവരെ ഇനിയുള്ള കാലങ്ങൾ മൊത്തം നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളിപ്പോ എപ്പോഴും നോക്കുന്ന സെലിബ്രിറ്റിയുടെയൊക്കെ സെറ്റിൽമെന്റ്, ഡിവോഴ്സ് സെറ്റിൽമെന്റ് വരുമ്പോൾ 2 കോടി 3 കോടി കൊടുത്തു എന്ന് പറയുമ്പോൾ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകൾ തെറ്റിദ്ധരിക്കപ്പെടും. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ലംസം എമൗണ്ട് കൊടുത്തിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ്. ആക്ച്വലി അങ്ങനെ നിയമമില്ല, തെറ്റിദ്ധാരണയാണ്. അവരൊരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ ഒരുപാട് കേസ് വഴക്ക് അല്ലെങ്കിൽ കോടതി അതിന്റെ പേരിൽ ഈ സെലിബ്രിറ്റീസ് കയറി ഇറങ്ങാൻ മടിച്ചിട്ടായിരിക്കാം അവര് ഒരു 1 ടൈം സെറ്റിൽമെന്റിനായിട്ട് കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ടുള്ള തിരിച്ചു കൊടുക്കാനോ അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കോടതി അനുവദിച്ചു കൊടുക്കുക, സെൽഫായിട്ട് ഏൺ ചെയ്യാൻ പറ്റാതെ, വരുമാനമില്ലാത്ത, ജോലി ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്രമാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരാൾക്ക് മാത്രമാണ് എലിമണി അനുവദിക്കുന്നത്. പല വിവാഹത്തിലും ഇപ്പൊ നമ്മൾ റീസെന്റ് ഒരുപാട് മരണങ്ങൾ കണ്ടിരുന്നു. ഇപ്പൊ വിവാഹത്തിൽ ഏർപ്പെടുന്നു, അതിനുശേഷം പ്രധാനമായിട്ടും സ്ത്രീധനം ചോദിച്ചിട്ട് തുടങ്ങുന്ന വഴക്കുകളാണ്. അത് പിന്നീട് നവവധു ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊക്കെ പറയുന്നു. മാം പറഞ്ഞൊരു കാര്യം വളരെ റെലവെന്റ് ആണ്. പലപ്പോഴും സ്ത്രീകൾ പൊതുവിൽ ആഫ്റ്റർ മാരേജ് പുരുഷനാൽ ഭരിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നവർ തന്നെ ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം കൂടി ഇല്ല ഇതിനകത്ത്. നമുക്ക് അങ്ങനെ ഉറപ്പായിട്ടും എന്ന് വെച്ചാൽ 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ട് വന്നത്. നമ്മൾ 2024 ഇരുന്നിട്ട് ആ വാക്ക് തന്നെ സംസാരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഒരു നാണക്കേടും ഒരു വൃത്തികേടും ഇല്ല. ഡവറി എന്ന് പറയുന്നത് ഇന്നും ആ വാക്കേ മറന്നു പോകേണ്ട കാലം. പണ്ട് സതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണ പോലെ നമ്മൾ പറയേണ്ടതായിരുന്നു, അന്ന് പണ്ട് ഡവറി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ നിലനിൽക്കുന്ന നമ്മളെ കൊണ്ട് എത്ര വിചാരിച്ചാലും മാറാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഡവറി എന്ന് പറയുന്നത്. ഈ ഡവറി അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നതും ഇതേപോലെ ഒരു എന്താ പറയാ, ഒരു സ്ത്രീ എന്ന് പറയുന്ന പുരുഷന്റെ കീഴിൽ ജീവിക്കേണ്ടവളാണ്. ഇനിയുള്ള കാലം അവളെ നോക്കാനും അവളുടെ അത് പാരന്റ്സ് കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ ധനം, ഇതൊരു തുകയായിട്ടാണ് അവളുടെ ബെനിഫിറ്റ്സിന് വേണ്ടി കൊടുക്കുന്നതിന് ഡവറി. പക്ഷെ അതൊക്കെ കാലം മാറി. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. പെൺകുട്ടികൾക്ക് അഥവാ അവര് കൊടുക്കണമെങ്കിലും വിവാഹ പാരിതോഷികം എന്നാണ് കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ മോൾക്ക് ഞാനൊരു 10 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ 10 പവന്റെ സ്വർണ്ണമോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ ഹർ ഓൺലി. അത് അവൾക്ക് മാത്രമുള്ള ഒരു സംഭവമാണ്. അതല്ലാതെ ഇനിയുള്ള ശിഷ്ടകാലം നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന് കൊടുക്കുന്ന ഒരു സാധനം അല്ല അത്. മനസ്സിലായില്ലേ? എന്റെ കൊച്ചിനെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ 10 ലക്ഷം രൂപ നീ വെച്ചോ, ഇനിയുള്ള കാലം എന്റെ കൊച്ചിന് തിന്നാനും കൊടുത്ത് ഒക്കെ കിടക്കാനുള്ള സ്ഥലമൊക്കെ കൊടുത്ത് അവളെ നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കണതല്ല ഡൗറി എന്ന് ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കുന്ന പോലെ. പക്ഷെ ഇതിനകത്തൊരു പക്ഷേ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ഇപ്പം മാം എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ലേഡീസിനും അത് പറ്റാത്ത ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളും ഇനിഷ്യേഷൻ എടുക്കണം, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് മാറ്റങ്ങൾ വരണ്ടേ? ഉറപ്പായിട്ടും മാറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സ്ത്രീയെ ഒരു സൈഡിൽ നമ്മൾ മരുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതേസമയം ഈ മരുമോളെ ഹരാസ് ചെയ്യുന്ന ഒരു സാധനം വീട്ടിനകത്ത് സ്ത്രീയായിട്ട് തന്നെയുണ്ട്. എന്റെ മോൻ ഇതിലും നല്ലത് കിട്ടുമായിരുന്നു, ഇതിനേക്കാളും നിറയെ പ്രപ്പോസൽ വന്നതാണ്. ഈ കൊണ്ടുവന്ന ഗോൾഡൊക്കെ എത്ര ഉണ്ട്, ഏത് ജുവലറി 916 തന്നെയാണോ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രം അപ്പുറത്തും ഉണ്ട്. അപ്പൊ മാറ്റങ്ങൾ ആദ്യം വരേണ്ടത് കുടുംബത്തിനകത്ത് തന്നെയാണ്. ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താ പറയാ, ആദ്യം സ്വയം മാറണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിനുള്ളിൽ മാറണം, പിന്നെ ആ ഫാമിലിക്കകത്ത് മാറണം. അങ്ങനെ മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം വേണ്ടത് വീടിനുള്ളിൽ, ഫാമിലിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്, വീടിനുള്ളിൽ ഒരു മാറ്റം വരണം. അതാണ് ആദ്യം വേണ്ടത്. ആദ്യം സ്വയം മാറണം. ഇപ്പൊ ഒരു പുരുഷൻ വിചാരിക്കുകയാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ സംസാരിക്കില്ല, അല്ലെങ്കിൽ ഡൗറി അതിനെ കുറിച്ചൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഒരു പാർട്ണർ ആണെന്ന് അവൻ വിചാരിക്കണം. അതേപോലെ പെണ്ണും വിചാരിക്കണം, ഞാനിപ്പോ ക്യാഷ് കൊടുത്ത് എനിക്ക് ഭർത്താവിനെ വാങ്ങേണ്ട കാര്യമില്ല, എനിക്ക് വേണ്ടത് ഒരു പാർട്ണറെ, നമുക്ക് ടുഗദർ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നെങ്കിൽ. അതേപോലെ തന്നെ ഫാമിലിക്കകത്തുനിന്നും പാരന്റ്സിന്റെ സപ്പോർട്ടും വേണം. അങ്ങനെ ഓരോന്നോരോന്നോ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു സമൂഹം തന്നെ മാറി വരും. ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹി ഹൈക്കോടതിന്റെ
ഒരു സുപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് സെക്ഷൻ 376 വലിയ രീതിയിൽ ആളുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അതായത് ഒരു ഉഭയസമ്മത പ്രകാരം പ്രണയിക്കുന്നു, അവര് സെക്ഷൽ ലൈഫിൽ ഏർപ്പെടുന്നു, ശേഷം അതൊരു ബലാത്സംഗമായി ആരോപിച്ചുകൊണ്ട് പരാതികൾ വരുന്നു എന്നുള്ളത്. ഇതിനെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ പറയാം. ശരിക്കും ആ നിയമം നിയമം പറയുന്ന വെച്ചാൽ റേപ്പിലാണ് വരുന്നത്. റേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് കൺസെന്റ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് റേപ്പ്. പക്ഷെ വിത്ത് കൺസെന്റോടുകൂടെ ചിലപ്പോൾ റേപ്പ് വരാം. ആ വിത്ത് കൺസെന്റ് ആണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരിൽ നിന്ന് ആ കൺസെന്റ് മേടിച്ചത് എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ അല്ലെ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ കൺസെന്റ് മേടിക്കുന്നത് പ്രോപ്പർ വേയിൽ അല്ലെങ്കിലാണ് റേപ്പ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് പറയാണ് വിവാഹം കഴിച്ചോളാം, അത് കാരണമാണ് അവള് സമ്മതിച്ച് ഒരു വിവാഹ ബന്ധത്തിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് കാരണമാണ് ഇന്ന് ആ 376 ഈ കേസുകളിൽ അട്രാക്ട് ചെയ്യുന്നത്. എനിക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒരു അഭിഭാഷക എന്നുള്ള നിലയിലോ അതിനോട് യാതൊരു വിധമായ എന്താ പറയാ യോജിപ്പും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് കാലങ്ങൾക്ക് മുന്നേ സെക്സ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന് പറയുന്നതും അത്രയും വലിയൊരു സംഭവമായിട്ട് കരുതിയിരുന്നു മനുഷ്യ. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പ്രണയം നടിച്ച് അവളെ ആ ഒരു പേര് പറയാത്തടത്തോളം കാലം അവൾ ഒരിക്കലും ഫിസിക്കലി അലോ ചെയ്യത്തില്ല. അത് കാരണമാണ് അന്ന് വന്നിട്ട് എന്നിട്ട് ഫിസിക്കൽ റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് അയ്യോ എന്താ പറയില്ല പിഴച്ചു പോയി എന്നൊക്കെ അന്നത്തെ കാലത്ത് അവനെ പിഴപ്പിച്ചു, അത് പിഴച്ചു പോയാൽ പിന്നെ കല്യാണം, അതല്ലാതെ വേറെ വഴിയില്ലാന്ന് ഉള്ള കാലത്തിന് മുന്നേ ഉള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമല്ല. ഒരുവിധം അഡൾട്ട് ആയിട്ടുള്ളവർക്കൊക്കെ അത് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്. പിന്നെ ഇത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് മിക്കവാറും സ്ത്രീകൾ വെപ്പണായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പെൺപിള്ളേരുടെ അടുത്ത് ഇപ്പൊ എന്റെ ജൂനിയർ അഡ്വക്കേറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ എന്റെ മോളോടാണെങ്കിലും സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് നിങ്ങളും കൂടെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ചെയ്യും, അല്ലാതെ അവൻ കല്യാണം കഴിച്ചോളാം അല്ലെങ്കിൽ അവൻ നാളെ അങ്ങനെ ചെയ്തോളാം എങ്കിൽ ചിലപ്പോൾ ആ നിമിഷം കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ബ്രേക്കപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല, അവൻ ഇത് കല്യാണം കഴിക്കുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആദ്യം കല്യാണത്തിലേക്ക് പോകും, എന്നിട്ട് പിന്നെ സെക്സിലേക്ക് പോവാം. അതല്ലാതെ സെക്സ് ചെയ്തു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെയ്യരുതെന്ന് തന്നെ പറയുന്നത്. പക്ഷെ നിയമപരമായിട്ട് ഉള്ള ഇപ്പോഴത്തെ ഈ അവസ്ഥയുടെ അതായത് രണ്ടുപേരുടെ കൺസെന്റോടുകൂടെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ട് വിവാഹ വാഗ്ദാനം നൽകാം എന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ ഈ റിലേഷൻഷിപ്പിലേക്ക് പോയത്. പക്ഷെ അത് നിയമം ഇന്ന് എക്സിസ്റ്റിംഗ് ആണ് കേട്ടോ. ഇന്നാണെങ്കിലും അത് ഉടൻ തന്നെ അറസ്റ്റും വരും. വിത്ത് കൺസെന്റ് ആണ്. അതിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ കോളിലോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിലോ വിവാഹത്തെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സെക്ഷൻ അട്രാക്ട് ചെയ്യും. വേറൊരു കാര്യമാണ്, പല വിവാഹങ്ങളിലുമുള്ള ഇപ്പോ മാമിന്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു റീല് കണ്ടിരുന്നു. അതിൽ മാം പറഞ്ഞിരുന്നത് സെക്ഷൽ ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ. പലപ്പോഴും സ്ത്രീകൾ ഇപ്പൊ എന്റെയൊക്കെ പരിസരത്തിൽ ഒരുപാട് പെൺസുഹൃത്തുക്കളൊക്കെ എനിക്കറിയാവുന്ന എല്ലാവരും തന്നെ ഒരു ഡിവോഴ്സിലേക്ക് പോയ ആളുകളുണ്ട്. സെക്ഷൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, പക്ഷെ ഇത് സ്ത്രീകൾ പറയുന്ന സമയത്ത് ഇവർക്ക് മറ്റെന്തോ പ്രശ്നമാണ്, ഇതിനേക്കാൾ വലിയ എത്ര കാര്യങ്ങൾ ഈ മാരിറ്റൽ ലൈഫിലുണ്ട്, അപ്പൊ ഇതൊന്നും വലിയ കാര്യമായി എടുക്കണ്ട എന്ന് പറയാറുണ്ട്. പൊതുവെ സ്ത്രീകളോട് സ്ത്രീകൾ തന്നെ ഉപദേശിക്കാറുണ്ട്, സമൂഹവും പറയാറുണ്ട്. ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ഇസ് സെക്സ് ഇൻ എ മാരിറ്റൽ റിലേഷൻഷിപ്പ്? ഒരുപാട് റൂളിങ്സ് സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയിലും വന്നിട്ടുണ്ട്. സെക്ഷൽ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ഇൻ മാരേജ് റിലേഷൻഷിപ്പ്, ഫിസിക്കൽ ഇന്റിമസി അല്ലെങ്കിൽ സെക്ഷൽ ഡിനയൽ, ഇതൊക്കെ വാക്കുകളാണ് കോടതി. സെക്ഷൽ ഡിനയൽ ഇസ് എ മേജർ ഗ്രൗണ്ട് ഫോർ എ ഡിവോഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോഴും വിചാരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര വലിയ കാര്യമാണോ, സെക്സിനാണോ കല്യാണം കഴിക്കണേന്ന് പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് കല്യാണത്തിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ സെക്ഷുവാലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ടാവണം, സെക്ഷൽ ഓറിയന്റേഷൻ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മൾ ബൈസെക്ഷൽ ആണോ എസെക്ഷൽ ആണോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കല്യാണത്തിന് മുന്നേ തന്നെ അതൊരു ടോപ്പിക്കായിട്ട് സംസാരിക്കുകയും വേണം. അതല്ലാതെ അത് ഭയങ്കര ഒരു വൃത്തികെട്ട കാര്യങ്ങളെ പോലെയോ അതിരിക്കുന്നതാണ്. പിന്നെ മിക്ക പെൺപിള്ളേരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് തിരിഞ്ഞു ഉറങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മോശം സ്ത്രീയായിട്ട് കരുതും, അല്ലെങ്കിൽ ഇവൾക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ കാലമെല്ലാം മാറിക്കഴിഞ്ഞു. അപ്പം എപ്പോഴും ഞാൻ പറയണെന്ന് വെച്ചാൽ കല്യാണം എന്ന് പറയുന്നത് കുറെ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കൂ. കല്യാണം കഴിക്കുന്നതിന് എളുപ്പമാണ്, ഡിവോഴ്സ് ആണ് ഏറ്റവും വലിയ പാട്, മ്യൂച്വലി പോവാതിരിക്കണമെങ്കിൽ. അപ്പൊ അല്പം ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും നമുക്ക് ആ റിലേഷൻഷിപ്പ്. മറ്റേന്ന് വെച്ചാൽ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോയിലൊന്നും തീരൂല, അത് കോടതി കയറി ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണം. അതേപോലെ ഫിസിക്കൽ ഇന്റിമസി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ. അത് ഒരാളെ മറ്റേ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല.
അങ്ങനെ ഉണ്ട് എങ്കിൽ ഇപ്പൊ ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളോ കുറവോ ഉണ്ടോ എങ്കിൽ തെറാപ്പി എടുക്കണം, മസ്റ്റായിട്ട് തെറാപ്പി എടുക്കണം. അല്ലെ മറ്റേ ആൾക്ക് എന്താ ഉണ്ടാവണെന്ന് വെച്ചാൽ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്, പിന്നെ പോരാത്തതിന്റെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. അപ്പം പിന്നെ ആ മാരിറ്റൽ റിലേഷൻഷിപ്പ് അവിടെ പോയില്ലേ, ബോണ്ടേ പോയില്ലേ. അതാണ്. ഇതിനോട് ചേർത്തൊരു വാർത്ത ഞാൻ പറയണം. അതുൽ സുഭാഷ് എന്ന് പറയുന്ന കർണാടക സ്വദേശി കഴിഞ്ഞ ഇടയ്ക്ക് മരണപ്പെട്ടിരുന്നു. ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. ഒരു 27-29 പേജിൽ ഒരു ആത്മഹത്യക്കുറിപ്പ് സ്വന്തം ഭാര്യയുടെ ഭാര്യയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ആരോപണം നടത്തി. ഒന്ന് പ്രധാനമായും ചോദിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ മെയിന്റനൻസ് 3 കോടി രൂപ ചോദിച്ചിരുന്നു. കുട്ടിയെ കാണാമെങ്കിൽ പ്രതിമാസം ഇത്ര ലക്ഷം രൂപ, 3 ലക്ഷത്തോളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്ര രൂപ ചോദിച്ചിരുന്നു എന്ന് പറയും. സത്യത്തിൽ വളരെ രീതിയിൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ എന്തായി നാട്ടിൽ ആളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദമായ ഒരു സംഭവമായിരുന്നത്. ഇത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം അന്വേഷിച്ചിരുന്നോ? എന്താണ് സത്യത്തിൽ ഇത് മിസ്യൂസിങ് തന്നെ ആയിരുന്നു അബ്ദുൽ സുഭാഷിന്റെ വിഷയത്തിൽ? ഉറപ്പായിട്ടും അത് ഒരു ഭയങ്കര പെയിൻഫുള്ളും അല്ല ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമാധാനിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കേരള ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് നടന്ന കാര്യമല്ല. അതിനകത്ത് ജഡ്ജി തന്നെ അതിനകത്ത് ബ്രൈബ് ചെയ്തു, 5 lakh എന്തോ കൊടുക്കാൻ ആവശ്യപ്പെട്ടു, കേസ് സെറ്റിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കുന്നത് ആർക്ക് വേണോ ചോദിക്കാം. ഇപ്പൊ ഞാനൊരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല, അതിനകത്ത് 3 കോടിയോ 10 കോടിയോ ചോദിക്കാം. അതിനകത്ത് കോടതി അനുവദിച്ചു തരണം എന്നുള്ളൊരു ക്ലോസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക്, അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്ത കേസില് 2.5 ലക്ഷം രൂപയാണ് ഹസ്ബൻഡിന് കിട്ടുന്നത്. ഈ പെൺകുട്ടിക്ക് ജോലിയുണ്ട്, മോന് കാശ് കിട്ടി 15,000 രൂപയാണ് വിധിച്ചത്. അന്ന് കോടതി ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കാശ് മുഴുവൻ കൊണ്ടുപോകണം. ശരിക്കും ചോദിച്ചത് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കോട്ടാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിച്ചു, അയാളുടെ മുഴുവൻ കാശും കൊണ്ടുപോകണോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് കേരള ജുഡീഷ്യറി. പിന്നെ ബ്രൈബ്ഡ് അല്ല, എനിക്ക് ജുഡീഷ്യറിയുടെ ഭാഗം 25 years കൊണ്ട് ഇരിക്കണാണ്. നമ്മുടെ കേരളത്തിലെ കോടതികളെ അങ്ങനെ എന്താ പറയാ, അവർക്ക് ഇഷ്ടം പോലെ പണിയുണ്ട്. അതിന്റെ ഇടയിൽ അതുലിന്റെ കേസോ അല്ലെങ്കിൽ ഒരു കേസ് മാത്രമായിട്ട് അവരെ കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാനോ അതിന്റെ പേരിൽ കാശ് മേടിക്കാനോ അവർ ഇല്ല. പിന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുവദിച്ചു എന്നല്ല അർത്ഥം. അനുവദിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം ഉണ്ട്. ഒരു കോടതി ഒരു വിധി വരണമെങ്കിൽ വാദിഭാഗവും എതിർകക്ഷി ഭാഗവും കോടതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ജഡ്ജ്മെന്റ് വരുന്നത്. ഇപ്പൊ അതുലിന്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവില്ലേ, അതുലിന്റെ വരുമാനം എത്രയാണ്, അതുലിന്റെ ഡിപ്പെൻഡ് ലയബിലിറ്റി എന്താണ്, അതുലിന് ആരൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ ഏജ് ഓൾഡ് പാരന്റ്സ് ഉണ്ട് എങ്കിൽ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അലിമണി വരത്തുള്ളൂ മനുഷ്യ. പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും ഒരുപാട് ചോദിക്കുന്നു. പിന്നെ കോടതിയുടെ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതാണ് തോന്നുന്നത്, കൂടുതലും കൈവിട്ട് പോകാനുള്ള ഒരു ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഒട്ടും ഫേവറബിൾ ആയിട്ട് നിന്നില്ല ഇവരുടെ പെയിൻ ആയിട്ടുള്ള അതായിരിക്കാം ഇത്രയും. പിന്നെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തിട്ടില്ല, കുട്ടികളെ ടൂളാക്കപ്പെടാറുണ്ടല്ലോ 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ്. കാരണം മിക്കപ്പോഴും അമ്മമാരുടെ അടുത്തായിരിക്കുമല്ലോ കുട്ടികളുള്ളത്. ഞാൻ അതിന് ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. ഈ കുട്ടികളെന്ന് പറയുന്നത് 2 പേർക്കും ഈക്വലി അവകാശപ്പെട്ട ഒരു സംഭവമാണ് കുട്ടികൾ. അതൊരിക്കലും ഞാൻ എന്റെ കൊച്ചിന് കൊടുക്കില്ല, ഞാൻ എന്റെ കൊച്ചിന് ചത്താലും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല, കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് 18 വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങൾ മനുഷ്യൻ. 18 വയസ്സ് വരെ അവർക്ക് 2 പേർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. ഒരു ഫാദറിന്റെ ലവ് ആൻഡ് അഫക്ഷനെ കോടതിക്ക് ഡിനേ ചെയ്യാൻ പറ്റില്ല. അത് കുട്ടിക്കും ഉണ്ട് അവകാശം. കുട്ടിക്കും അച്ഛന്റെ സ്നേഹം കിട്ടാൻ, അതേപോലെ അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള, കുഞ്ഞിന് അതിനുള്ള 2 പേരുടെയും പരിഗണനയും സ്നേഹവും കെയറും സപ്പോർട്ടും കിട്ടാനുള്ള അവകാശം കുഞ്ഞുണ്ട്. അത് ഒരാൾ മാത്രം വിചാരിച്ചിട്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നത്തിന് കുട്ടികളെ കരുവാക്കാൻ ഒരു കോർട്ടും സമ്മതിക്കത്തില്ല. ഒരു സ്ത്രീ ധൈര്യത്തോടു കൂടി ഇറങ്ങിപ്പോവുകയാണ്, ഒരു ബന്ധം മതിയായി, അബ്യൂസ് നടക്കുന്നു, ഫിസിക്കൽ അബ്യൂസിനേക്കാൾ ഉപരിയായി വ്യക്തി എന്ന നിലയിൽ ട്രാഷ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ ഈ സിസ്റ്റം അവരെ എങ്ങനെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? കോടതിയുണ്ട്, നിയമവാഴ്ചയുണ്ട്. മാമിന്റെ ഒരു സ്ത്രീകൾക്ക് സ്വാഭാവികമായും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമായിരുന്നെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, അതായത് അതെ സിസ്റ്റം, ഈ സിസ്റ്റത്തിന് നമുക്ക് എന്താ പറയാ, ഞാനും ഒരു ചെറിയ പ്രായത്തില് കുട്ടിയുമായിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചതാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഭയന്നത് ഈ സൊസൈറ്റിയെ തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നിലവിലുള്ള സിസ്റ്റത്തിനെയാണ്. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാല് വാർത്താ ചാനലിലും വരും കൊച്ചിനെ കൊന്ന് ആത്മഹത്യ, നമ്മൾ അനുഭവിച്ച പെയിനൊന്നും അപ്പം ആരും കാണുന്നില്ല. അപ്പൊ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എനിക്കിത് മതി, ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല, ഞാനും എന്റെ കുഞ്ഞുങ്ങളും ഇത് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയും ഒരു ദിവസം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല.
ഞാൻ എന്റെ മുമ്പേ വരുന്ന ഒരു പെൺകൊച്ചാണെങ്കിൽ ഡിവോഴ്സ് വരെയാണെങ്കിൽ അവൾ തലേന്ന് അടി ഉണ്ടാക്കിയിട്ട് ഓടി വരുന്നതായിരിക്കത്തില്ല. അവൾ ഇങ്ങനെ കുറെ നാളത്തെ പ്ലാനിങ്ങിലായിട്ട്, അല്ലെ കുറെ നാൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും കോപ്പ് വയ്ക്കും, എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് മിക്കപ്പോഴും സ്ത്രീകൾ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ചാടി ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാതെ, ഇപ്പൊ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് വേണ്ടത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, നിൽക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു അക്കോമഡേഷൻ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ എവിടെയാണെങ്കിലും പെൺകുട്ടികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം ഒരു വീടെടുത്തോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ പിന്നെയും അയാൾ ടോർച്ചർ ചെയ്യാനോ ഡൊമസ്റ്റിക് വയലൻസിന്റെ കേസ് കൊടുക്കാൻ, നമ്മളെ സ്റ്റോക്ക് ചെയ്യാനോ, നമ്മളിങ്ങനെ ബാക്കിലോട്ട് വന്ന് നമ്മൾ ഉപദ്രവിക്കാനോ അതിനു വേണ്ടി ചെയ്യും. അതല്ല, വീട്ടിൽ പോകാൻ വഴിയില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യാനും പറ്റും. പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വിവാഹം കഴിച്ച് പെൺകുട്ടി താമസിക്കുന്ന വീട്ടിൽ തന്നെ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം മാട്രിമോണിയൽ ഹോമിൽ നിന്ന് അവളെ ഇറക്കി വിടാനുള്ള ഒരു റൈറ്റും ഇല്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ആ വീട്ടിൽ തന്നെ താമസിച്ചും കൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വാങ്ങാം, റെസിഡൻഷ്യൽ ഓർഡർ കിട്ടും, എവിക്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ ഓർഡർ വാങ്ങാം. അതേപോലെ തന്നെ ഇവൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഇല്ലെങ്കിലും ആ സമയത്ത് മെയിൻ്റനൻസ് കിട്ടുകയും ചെയ്യും. പിന്നെ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ ഉള്ളില് നമ്മൾ ഈ പെൺകുട്ടികൾ എന്താണ്, പ്രത്യേകിച്ച് എനിക്ക് സ്ത്രീകളുടെ കേസ് വരുന്നത് കണ്ടായിരിക്കും മനുഷ്യ വരുന്നത്, ഇവർ ആദ്യമേ ഡിഫെൻഡ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവരെങ്ങനെ ബലൂണിന്റെ കാറ്റ് പോലെ ഡ്രെയിൻഡ് ആയിപ്പോകും. അപ്പൊ 10 പേര് കേൾക്കും, അയ്യോ കൊച്ചുങ്ങളും അതല്ലേ, ഇനി എന്തോ, ഇനി വേറെ കല്യാണോ, എന്തായാലും ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെ ഈ പറയുന്ന സൊസൈറ്റി എല്ലാരും കൂടെ ഇല്ലാണ്ടാക്കി കളയും. അപ്പൊ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിൽ ഞാൻ ഇത് അർഹിക്കുന്നുണ്ടോ, ഇതാണോ ഞാൻ ആഗ്രഹിച്ച ജീവിതം. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിൽ ആദ്യം ഒരു ധൈര്യം വാങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക. അച്ചാറ് വിട്ടിട്ടാണെങ്കിൽ അച്ചാറ് വിട്ടിട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് എങ്കിൽ ആ ബിസിനസ്, അല്ലെങ്കിൽ 2 പിള്ളേരെ ട്യൂഷൻ എടുത്തിട്ടാണെങ്കിൽ ആ രീതിയിൽ, ഏത് രീതിയിലാണെങ്കിലും പെണ്ണിന് കോൺഫിഡൻസ് വരണമെങ്കിൽ ആദ്യം വേണ്ടത് അവളെ പേഴ്സിൽ കാശ് ഉണ്ടായെങ്കിൽ. എനിക്കങ്ങനെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ അതാ മനസ്സിലായിരിക്കുന്നത് മനുഷ്യർ. ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ 10 രൂപയെങ്കിൽ 10 രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ വട്ടപൂജയായിരുന്ന സമയത്ത് ഞാൻ നേടിയ വിദ്യാഭ്യാസവും എന്റെ ഗൗണും അത് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ധൈര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാത്ത, ഒരു ഉള്ളിലൊരു ഫയർ വന്നു കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനെ തകർക്കാനും പറ്റില്ല. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ പിന്നെ ഒരു പോക്ക് തന്നെയായിരിക്കും. കുഞ്ഞുങ്ങള്, നമ്മള്, നമ്മുടെ പ്രൊഫഷൻ, കരിയർ, പിന്നെ അങ്ങ് ബിൽഡ് ചെയ്യുക. അത് തന്നെയായിരിക്കും. അത് തന്നെ എനിക്കൊരു അഡ്വൈസ് കൊടുക്കാനുള്ളൂ പറയാനായിട്ട്. വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാചകങ്ങളാണ്. അപ്പോ ഈ സിസ്റ്റത്തിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സ്ത്രീകൾ അവരും മനസ്സിലാക്കുക. നമുക്കൊരു ബറ്റാലിയൻ, നമുക്ക് എപ്പോഴും സ്ത്രീപക്ഷം എന്ന് പറയുമ്പം സ്ത്രീകൾക്കത് മിസ്യൂസ് ചെയ്യാനല്ല, ശരിക്കും സ്ത്രീകൾക്ക് അവരുടെ ഒരുപാട് തരത്തിൽ എന്താ പറയാ മാർജിനലൈസ് ചെയ്യപ്പെടുന്നവരാണല്ലോ സ്ത്രീകൾ. അവരെ സംബന്ധിച്ച് സിസ്റ്റത്തിന് സപ്പോർട്ട് ഉണ്ട്, സ്ത്രീപക്ഷം തന്നെയാണ്. That doesn't mean that നിങ്ങൾക്ക് ഇത് മിസ്യൂസ് ചെയ്യാം എന്നല്ല. എന്തായാലും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വാക്കുകളാണ് മറുനാടനോട് ഷെയർ ചെയ്തത്. ഒരുപാട് ഡൗട്ട്സ് ഉള്ള കമന്റ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് തുടർന്നുള്ള ചർച്ചകളിൽ ഇരിക്കാം. ഒരുപാട് നന്ദി.